ആശാമാരുടെ രാപ്പകൽ സമരയാത്രയുടെ അധ്യക്ഷ മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബഹുമാന്യായ രത്നവതി ചേച്ചി, സ്വാഗതം ആശംസിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ KP റോസമ്മ, ഈ സമര യാത്രയുടെ നായിക ബഹുമാന്യായ ബിന്ദു ചേച്ചി, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ബഹുമാന്യ ജോർജേട്ടൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യ സുല്ലേട്ടൻ, മഹിളാ കോൺഗ്രസിന്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരി ആശേച്ചി, മഞ്ജുള ചേച്ചി, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സൗജ, ഈ ജാഥയോടൊപ്പം എന്നും കൂടെ നിന്നുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആശാ വർക്കേഴ്സ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വയനാട്ടുകാരന് കൂടിയായ ബഹുമാന്യായ സദാനന്ദേട്ടൻ, ഈ ഐതിഹാസികമായ സമരയാത്രയുടെ യാത്രയ്ക്ക് അനുധാപനം ചെയ്യുന്ന പ്രിയപ്പെട്ട ആശാ സഹോദരിമാർ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ആശാ സഹോദരിമാർ നയിക്കുന്ന ഐതിഹാസികമായ സമരയാത്ര ചരിത്രമുറങ്ങുന്ന വീരപഴശ്ശി തമ്പുരാന്റെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഏകദേശം 90 ദിവസമായി ഊണവും ഉറക്കവുമില്ലാതെ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിന്നും ആരംഭിച്ച് ഈ യാത്ര ഇന്ന് ഓരോ ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ബിന്ദു ചേച്ചിയെയും അതുപോലെ തന്നെ അതിന് അനുതാപം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അവരുടെ മൂക്കിൻ താഴെ, മൂക്കിൻ തുമ്പത്തെന്ന് തന്നെ പറയാം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ. ആ പടിക്കലിൽ ഏകദേശം 85 ദിവസത്തോളമായി ഈ പൊരിവെയിലത്ത് മഴയത്തും എല്ലാ ഉത്സവ ദിവസങ്ങളിൽ പോലും സ്വന്തം വീടുകളിൽ കടന്നു ചെല്ലാൻ പറ്റാതെ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യം? ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ വിരമിക്കൽ ആനുകൂല്യം, ആ ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാർ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഐതിഹാസികമായ യാത്രയ്ക്കും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭരണകൂടം എന്ന് പറയുന്നത് ഇവർ അമ്മമാരാണെന്ന് ആരും മറന്നു പോവുകയാണ്. ആ അമ്മമാരെ തെരുവിൽ അവർ നീതിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ ഭരണകൂടം ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ 90 ദിവസം പിന്നിട്ടിട്ട് പോലും ഭരണകൂടം കണ്ണു തുറക്കാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, PSC ചെയർമാനും PSC അംഗങ്ങൾക്കും KB തോമസ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ സർക്കാരിന്റെ പ്രതിനിധിക്കടക്കം ലക്ഷക്കണക്കിന് രൂപ കൂട്ടിക്കൊടുത്തപ്പോൾ സാധാരണക്കാരെ അമ്മമാർ 232 രൂപയ്ക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കോവിഡ് കാലത്തും പ്രളയകാലത്തും അതുപോലെ തന്നെ നിപ്പ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്.
സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ അവരെ അടുത്തുള്ള വീടുകൾ പോലും നമ്മൾ പോകാൻ പേടിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഓരോ വീടുകളിലെയും ആളുകളെ സൂക്ഷിച്ച രംഗം കേരളീയ സമൂഹം മറന്നിട്ടില്ല. ആ അമ്മമാരാണ് നീതിക്ക് വേണ്ടിയിട്ട് ഈ പൊരിവെയിലത്ത് സമരം നടത്തുന്നത്. എന്നിട്ട് പോലും ഗവൺമെന്റ് ഒന്ന് കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയാ ഒരു സഹോദരിമാർ എന്നാൽ അപ്പുറത്തേക്ക് അമ്മമാരുടെ വേദന ഇനിയെങ്കിലും ഗവൺമെന്റ് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ശാപം വീണു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാണ്. ഗവൺമെന്റിന്റെ ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിന് പണമുണ്ട്. സാധാരണക്കാരെ അമ്മമാർ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ 232 രൂപ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് തന്നെയാണ് മിനിമം കൂലി 1200 രൂപ പ്രഖ്യാപിച്ചത്. എന്നിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരോട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അനീതി തുടരുന്നത് ഓർക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുകയാണ്. നമ്മളൊക്കെ കണ്ടു ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷം കെങ്കേമമായിട്ട് 100 കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഗവൺമെന്റിന്റെ 4ാം വാർഷികമാഘോഷം ഗവൺമെന്റ് നടത്തിയത്. ഈ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മാത്രം ഏകദേശം 3.5 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് വാർഷികാഘോഷം നമ്മൾ കണ്ടത്. ആ 100 കോടി രൂപ ചെലവഴിക്കുന്ന വാർഷികാഘോഷം 100 കോടി രൂപ ചെലവഴിക്കുന്ന ഗവൺമെന്റിന് അതിൽ നിന്നും 10 കോടി രൂപ മാറ്റിവെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹായിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ മനഃപൂർവ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വനിതയാണ്. അവർ പോലും ഇത്തരത്തിൽ അമ്മമാർ നടത്തുന്ന സമരത്തിന് അതിന് അനുകൂലമായ തീരുമാനമെടുക്കേണ്ട ആളുകളാണ്. എന്നിട്ട് പോലും അവരും കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഇടുക്കിയിൽ ഇതുപോലെ വനിതകൾ ഒരു സമരം നടത്തി. എന്താണ്? ഇടുക്കിയിൽ മൂന്നാറിൽ അവിടുത്തെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ 2015 കാലഘട്ടത്തിൽ സമരം നടത്തിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് എന്നെ വിളിച്ചു പറഞ്ഞു, ജയലക്ഷ്മി, ആ സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം. ജയലക്ഷ്മിയാണ് ആകെയുള്ള ഒരു വനിതാ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് രാത്രി വയനാട് ജില്ലയിൽ അന്ന് പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി അത് മാനേജ്മെന്റുമായി, തോട്ടം മേഖലയിലെ മാനേജ്മെന്റുമായി നടത്തുന്ന ഒരു സമരമായിരുന്നു. തുച്ഛമായ വേതനങ്ങൾ കൊണ്ട്, ആ വേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർ നടത്തിയ സമരത്തിന് രാത്രി 9 മണിക്കാണ് ഞാൻ ഇവിടെ വയനാട്ടിൽ നിന്നും ചുരമിറങ്ങി ഇടുക്കിയിലേക്ക് യാത്ര ചെയ്തത്. പുലർച്ചെ 5 മണിക്കാണ് ഇടുക്കിയിൽ ഞാൻ എത്തിയത്. നേരെ കുളിച്ച് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് റെഡിയായി ഞാൻ നേരെ ആ സഹോദരിമാർ നടത്തുന്ന സമര സ്ഥലത്തേക്ക് ചെല്ലുകയായിരുന്നു. ആ സമരത്തോടൊപ്പം മന്ത്രിയായി ഞാൻ അവരോടൊപ്പം ഐക്യദാർഢ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയും ഞങ്ങൾ മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് അന്നത്തെ ദിവസം വൈകുന്നേരം രാത്രി 10 മണിക്ക് ആ സമരം ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഞാൻ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത്. പക്ഷേ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഈ ഗവൺമെന്റ് ഈ 90 ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു ന്യായമായ വേതനം മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ നമ്മൾ എത്രമാത്രം തൊട്ടടുത്ത് പോലും പോകാൻ പറ്റാതെ പ്രയാസങ്ങൾ. ഒരു സഹോദരി ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ ഗർഭിണിയായ 10 മാസം തികയുന്നത് വരെ അവർക്ക് കൃത്യമായിട്ടുള്ള
ഇഞ്ചക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ, സ്കാനിംഗ് ചെയ്യുന്നുണ്ടോ, കുട്ടിയുടെ ആരോഗ്യ നിലയടക്കം കൃത്യമായിട്ട് എന്താ പറയുന്നത്, ഒരു ഡോക്ടറെക്കാൾ അപ്പുറത്തേക്ക് ആദ്യം നമ്മുടെ വീടുകൾ ഓടിയെത്തിക്കൊണ്ട് അവരുടെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഏകദേശം 5 വയസ്സാകുന്നത് വരെ അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പിനെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് അവരുടെ എല്ലാ മാസവും അവരുടെ ചെക്കപ്പും എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരെ ഇനിയെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറന്ന് അവർക്ക് ന്യായമായ വേതനം അനുവദിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ജാഥയുടെ നായകി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദു ചേച്ചിയെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ യാത്രയ്ക്ക് അനുതാപം ചെയ്തുകൊണ്ട് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്കും എല്ലാവിധ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന്, ഈ സ്വീകരണ യോഗത്തിന് മാനന്തവാടിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്തു ഗുരുതുവാനുറച്ചു ഞങ്ങൾ ധീരരായി വരുന്നിതാ പ്രഭാതമാ. കാലാൽപട ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര ശക്തരല്ല അടിമവേല ചെയ്യൂലിക്കൊട്ടണം, ചൂഷണം നിർത്തണം, പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. കൂലിക്കൂട്ടണം, ചൂഷണം നിർത്തണം, പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. നഷ്ടബോധമൊന്നുമില്ല, വിജയ വൈജയം വിപാറും ആ പ്രഭാത മക്കളെയല്ല. നിസ്വജീവിതങ്ങളാണ്, നഷ്ടബോധമൊന്നുമില്ല, വിജയ വൈജയം വിപാറും ആ പ്രഭാത മക്കളെയല്ല. ശക്തിയാ തകർത്തിടും ദുരാന്തരെ, പ്രവക്ത ചൂഷണം നിറഞ്ഞ കോട്ടകളെ. ശക്തിയാ തകർത്തിടും ദുരാന്തരെ, പ്രവക്ത ചൂഷണം നിറഞ്ഞ കോട്ടകൊത്തളങ്ങളെ. പോരാളികൾ ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. കൂലിക്കൂട്ടണം, ചൂഷണം നിർത്തണം, പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. കൂലിക്കൂട്ടണം, ചൂഷണം നിർത്തണം, പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ഇപ്പോഴും നമ്മൾക്ക് പണികൾക്കൊരു കുറവുമില്ല, എന്നാൽ വെറും തുച്ഛമായ ഒരു വേതനം, അതായത് 232 രൂപയാണ് ഒരാഴ്ചയ്ക്ക് കിട്ടുന്ന വേതനം. അതിനെ വാഴ്ത്തിപ്പുകട്ടി പറയുന്നത് നമ്മൾക്ക് പണി കുറവാണ്, നമ്മൾക്ക് പണികളൊന്നുമില്ലെന്ന്. പ്രിയജനമേ, എന്നെ ശ്രവിക്കുന്ന ആളുകൾക്കറിയാം, നമ്മളുടെ ഒരു കോവിഡ് കാലം, പ്രളയം, നിപ, ഇതിനെയൊക്കെ അതിജീവിക്കുമ്പോഴും ഈ ആശമാരാണ് ഈ മേഖലയിലെല്ലാം ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒരാൾ പോലും ഞങ്ങളെ താഴ്ത്തിപ്പറയുവാൻ, ഈ പൊതുജനം ഞങ്ങളെ സഹായിക്കാനാണ് തിന്നിട്ടുള്ളൂ, ഞങ്ങളെ താഴ്ത്തിപ്പറയുന്നില്ല. എന്നാൽ നമ്മുടെ അധികാരികൾ നമ്മളെ താഴ്ത്തിപ്പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, നമ്മളെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ആശമാർക്ക് 15 ദിവസം പോലും പണിയെടുക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള വേതനം ഞങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരാഴ്ചയ്ക്ക് 13,000 രൂപ വേതനം ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരാഴ്ചയ്ക്ക് പോലും കുടിശ്ശികയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോഴും കുടിശ്ശിക ലഭിക്കാനുണ്ട്.
2 മാസക്കാലമായി ഞങ്ങൾക്ക് വേതനമോ ഞങ്ങളുടെ അരിയറോ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 18 വർഷക്കാലം സേവനം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ, ഞാനൊരു ആശാപ്രവർത്തകയാണ്, പുൽപ്പള്ളി പാക്കം FHCയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു 13,000 രൂപ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ 7,000 രൂപ ഇപ്പോൾ നമ്മൾക്കൊരു 3,000 രൂപ ഒരു ഫിക്സഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. ആ 3,000 രൂപ തരുന്നതിനും പ്രത്യേകം ക്രൈറ്റീരിയകൾ വയ്ക്കുകയും ആ ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും ഞങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1,000 രൂപ വീതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇപ്പോഴും നിലവിലുള്ളത്. എന്നാൽ പണികൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. 24 അവറും ഒരാശ വിജിലന്റ് ആയിട്ടിരിക്കണം. ഏത് സമയത്തും ആശനെ വിളിക്കാം. ആശക്ക് എന്താണ് പണി എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ഒരാശ ഒരു വീട്ടിൽ ചെന്നാൽ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം അടിസ്ഥാനം മുതൽ അവസാനം വരെ ആശ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനുവേണ്ട എന്താണോ നടപടികൾ ഉണ്ടാവേണ്ടത് അതിന് വേണ്ട സഹായങ്ങൾ ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കുന്നതും ആശാവർക്കർമാരാണ്. അപ്പോൾ ആശമാർക്ക് വേണ്ടതിലധികം പണിയുണ്ട് എന്നുള്ളത് നമ്മളുടെ ഇവിടെയുള്ള പൊതുജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരാശക്ക് എന്താണ് പണി എന്നുള്ളത്. ഒരാഴ്ചയും പണിയെടുക്കാതെ വീട്ടിലിരുന്ന് ഒരു വേതനം വാങ്ങുന്ന ആശമാരാരുമില്ല. ഒരു സൈഡ് എഫക്റ്റായിട്ട് നമുക്കൊരു തൊഴിലുറപ്പിന് പോലും പോയി ഒരു പണിക്കും ആശമാരാരും പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഈ അധികാരികൾ. നമ്മൾ ഈ 90 ദിവസം സമരത്തിൽ നിലച്ചിട്ടും ഈ അധികാരികൾ നമ്മുടെ നേരെ കണ്ണു തുറക്കാതെ ഇവർ നമ്മളെ അവഹേളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നത് വരെ ഈ ആശമാരുടെ സമരം തുടരും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ആശമാർ ഈ സമരം അവസാനിപ്പിച്ച് പുറകോട്ട് മാറുന്നില്ല. ഇതൊന്നും കണ്ട് ഞങ്ങൾ ഭയന്ന് മാറുമെന്ന ഒരു ഗവൺമെന്റ് വിചാരിക്കേണ്ട. ഞങ്ങൾ മാറുകയില്ല. ഞങ്ങൾ മരണം വരെ ഇരിക്കേണ്ടി വന്നാലും ഈ സമരത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെ ഞങ്ങൾ ഈ സമരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ജാഥ പുൽപ്പള്ളിയിൽ എത്തിച്ചേർന്ന ജാഥ നയിച്ച MA ബിന്ദു ക്യാപ്റ്റൻ, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും പുൽപ്പള്ളി ആശാവർക്കർമാരുടെയും പാക്കം FHCയിലെ ആശാവർക്കർമാരുടെയും മുള്ളംകൊല്ലി ആശാവർക്കർമാരുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഭരണത്തിൽ പോകുമ്പോ ഇന്നിവിടെ അനുഭവിക്കുന്നത് അതെല്ലാം മാറി പുതിയൊരു ആശയവുമായി ചില വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയമായി കേരളത്തിൽ അത് മാറുന്നു. പണ്ട് പാവങ്ങളുടെ വേദന, പാവങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ അതിന്ന് മാറി കേവലം സ്വാർത്ഥ ചിന്തകളും സ്വജനപക്ഷപാതവും ആയി കേരളത്തിന്റെ ഭരണം മാറുന്നു. എനിക്ക് ഇവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ സമരത്തിൽ അതിശക്തമായി നിങ്ങൾ മുന്നോട്ട് പോകുക. ന്യായമായ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നവരെ ജനാധിപത്യത്തിൽ സമരം ചെയ്താൽ ഏത് ഭരണകൂടവും മുട്ടുകുത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാവും. അതുവരെ നിങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു പല കാര്യങ്ങൾക്കും പണമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് പണമില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് വിഭവ സമാഹരണം ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. അധികാരത്തിൽ കയറിയാൽ വിഭവം സമാഹരിച്ചുകൊണ്ട് അത് വീതം വെച്ച് സമൂഹത്തിന് എല്ലാ തലങ്ങളിലേക്കും കൊടുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ചുമതല. ആ ചുമതല നിർവഹിക്കാൻ സാധിക്കാത്തവർ ആ അധികാരം വിട്ടൊഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ആശമാർ നടത്തുന്ന സമരം, ആ സമരം എന്ന് പറയുന്നത് ന്യായത്തിന്റെ ഭാഷയിൽ, അല്ലെങ്കിൽ ആ സമരം എന്നത് തികച്ചും ന്യായമായിട്ടുള്ള ഒന്നാണ്. ഇവിടുത്തെ സഹോദരിമാർക്ക് ന്യായമായ വേതനം ലഭിച്ചു കൊടുക്കുന്നതിനും അവർക്ക് സർക്കാർ തലത്തിൽ ന്യായമായ ഒരു അംഗീകാരം കൊടുക്കുന്നതിനും സാധിക്കണം. അത് സാധിക്കുന്നവരെയുള്ള ഈ പോരാട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സഹന സമരമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമരമുറയാണെങ്കിലും നമുക്ക് ആ അവകാശങ്ങൾ നേടുന്നവരെ ഒരുമിച്ച് ഈ വിഷയത്തിൽ പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സർക്കാർ തലത്തിൽ ഉത്തരവ് ലഭിച്ചാൽ നിരവധി പഞ്ചായത്തുകൾ ഇത് തരുവാൻ തയ്യാറാണ്. ഞങ്ങളും ബജറ്റിൽ മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ആഹ്വാന പ്രകാരം ഞങ്ങളും തുക മാറ്റിവെച്ചുകൊണ്ട് 4,650 രൂപ കൊടുക്കുവാൻ സർക്കാർ ഉത്തരവിറങ്ങിയ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കഴിഞ്ഞ കുറേ ദിവസമായി അവരുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഈ സമൂഹത്തിനുണ്ട്. കേരള സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ആളുകളും, സാധാരണക്കാരായ മുഴുവൻ ആളുകളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ട്. അന്തഃപുരങ്ങളിൽ ഉറങ്ങുന്ന വലിയ രാജാക്കന്മാർ ഇന്ന് പഴമയെല്ലാം വിസ്മരിച്ചു കൊണ്ടുപോകുന്ന അവർ മാത്രമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്തത്. ബാക്കി മുഴുവൻ ആളുകളും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ന്യായത്തിന് വേണ്ടിയുള്ള സമരത്തിന് ഒരിക്കൽ കൂടി പിന്തുണ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ സ്വീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.